ഇവിടെ ദുർഭരണം ചെയ്യുന്ന LDF സർക്കാരിനും ഡൽഹിയിൽ അത് മീതെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ NDA സർക്കാരിനെയും അവർക്ക് സന്ദേശം അയക്കുന്നുണ്ട്. മാറ്റാൻ ഒരു സമയം വന്നു. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും കൂടി തുടരാൻ സമ്മതിക്കില്ല. 24-ൽ ഈ കേന്ദ്ര സർക്കാരിനെ നമ്മൾ മാറ്റും. 26-ൽ സംസ്ഥാന സർക്കാരിനെ പറഞ്ഞയക്കും. ഈ സമയത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നേതാക്കൾ എല്ലാ സ്റ്റോപ്പിലും ഞാൻ ഇന്നാള് നമ്മുടെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. എനിക്ക് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലത്തിൽ അവിടെ പോയപ്പോൾ കൊട്ടാരക്കരയിൽ ജനങ്ങൾ നല്ല എണ്ണത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവരോടൊക്കെ ചോദിച്ചോളൂ, എന്തിനാ നിങ്ങൾ എത്തിയിരിക്കുന്നത്? സന്തുഷ്ടമായിട്ടല്ല, അവർക്ക് ഈ സർക്കാരിന്റെ അന്യായങ്ങൾ അനുഭവിച്ചതും മതിയായി തോന്നിയിട്ടാണ്. ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യമാണ്. ഈ മോദി സർക്കാരിന്റെ 10 വർഷ ഭരണത്തിൽ നിങ്ങൾ ആരെങ്കിലും, നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടോ ഈ സർക്കാരിന്റെ പല തീരുമാനത്തിന്റെ കാരണം? നിങ്ങൾ എല്ലാവർക്കും മറുപടി അറിയാം, ഉത്തരം അറിയാം. ആരുടെ ജീവിതം നന്നാക്കാൻ സാധിച്ചിട്ടില്ല ഈ സർക്കാരിന്. മോദി എല്ലാ വർഷവും 2 കോടി തൊഴിലുണ്ടാക്കുന്ന പറഞ്ഞ ആള് ജിഗ്നേഷ് മേവാനി ചൂണ്ടിക്കാണിച്ച പോലെ നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് 5-6 കോടി തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലായ്മ കൂടി വന്നിട്ട് സ്ഥിതിയിൽ നമ്മുടെ നാഷണൽ റെക്കോർഡ് തോൽപ്പിച്ച ശേഷം ഇപ്പോൾ യുവാക്കളുടെ തൊഴിലില്ലായ്മ 20 വയസ്സ് മുതലുള്ള 24 വയസ്സ് വരെയുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ 45.4% എത്തിയിരിക്കുന്നത്. വിചാരിക്കൂ, എല്ലാ 2 യുവാക്കൾക്ക് ഒരാൾക്ക് തൊഴിലില്ല, എങ്ങനെ അവർ പഴിക്കും? ഈ മോദി സർക്കാരിന്റെ ഭരണത്തിൽ ആകെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം വെച്ച് പണമുള്ള 20% ജനങ്ങൾക്ക് മാത്രമേ അവരുടെ വരുമാനം കൂടിയിട്ടുള്ളൂ ഈ 10 വർഷക്കാലം. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് ബാക്കി 80% ജനങ്ങൾക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ദുഃഖകരമായ സത്യമാണ്. പലവരും ആദ്യം നോട്ട് നിരോധനത്തിന് കാരണം, പിന്നെ കോവിഡിന്റെ ലോക്ക്ഡൌൺ കാരണം അവർ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ആ തൊഴിൽ ഭൂരിപക്ഷം കേസസിൽ തിരിച്ചു വന്നില്ല. വന്ന തൊഴിലുള്ളവരുടെ ശമ്പളം കുറഞ്ഞു. 80% ഭാരതീയർ പറയുന്നു അവർക്ക് അവരുടെ വരുമാനത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 4 വർഷത്തിൽ. ഇതാണ് മോദി സർക്കാരിന്റെ നമ്മൾക്ക് എല്ലാവർക്കും തന്ന അനുഭവം. അവര് സച്ചിൻ പൈലറ്റ് ചൂണ്ടിക്കാണിച്ച പോലെ നിങ്ങൾ എല്ലാവരെയും ബോധ്യം മാറ്റാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാനെ കുറിച്ച് സംസാരിച്ചു 2019 തെരഞ്ഞെടുപ്പിൽ. പുൽവാമ, ബാലക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് ഭീകരവാദികൾ എതിര് നിൽക്കുന്നു എന്ന് അവിടെ സംസാരിച്ചു. പക്ഷേ ഈ 5 വർഷക്കാലം നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? ചൈനക്കാര് നമ്മുടെ സീമയിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിൽ 44 വർഷം നമ്മുടെ കോൺഗ്രസ് ഭരണകാലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനം എന്തായിരുന്നു? 2 രാജ്യവും ചൈനയും ഇന്ത്യയും തർക്കമുണ്ട് എവിടെയാണ് ബോർഡർന്ന്. പക്ഷേ ഒരു വടിയും ഒരു ഉപദ്രവവും ഇല്ലാതെ, ഒരു ആക്രമണമില്ലാതെ ഒരു ദിവസം ചൈന ഇവിടെ പട്രോൾ ചെയ്യും, അടുത്ത ദിവസം ഇന്ത്യ ഇവിടെ പട്രോൾ ചെയ്യും. അങ്ങനെ 44 വർഷം നടത്തിയ ശേഷം ജൂൺ 20 എന്ത് പറ്റിയേ? 65 ഇതുപോലെ 2 രാജ്യങ്ങളും പെട്രോൾ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടായിരുന്നതിൽ 26 ചൈന കയറി അവരുടെ പട്ടാളക്കാരെ മാത്രമല്ല അവരുടെ സ്ഥാപനങ്ങൾ അവിടെ ഇറക്കി. എന്നിട്ട് ഇന്ത്യക്കാർക്ക് വരാൻ സാധിച്ചില്ല. നമ്മുടെ പട്ടാളക്കാർ അവിടെ പോയിട്ട് ഇവരെന്താണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ പോകാൻ സമയമെന്ന് വന്നപ്പോൾ അവരെ മലയിൽ നിന്ന് എറിഞ്ഞു വീഴ്ത്തി 20 ആൾക്കാരെ കൊന്നു. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മോദി രാജ്യത്തെ സംരക്ഷിക്കുന്നത് പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ സാധിക്കുക?